ഹായ് ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എവിടേക്കാണ് യാത്ര പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾക്കിന്നൊരു വീട്ടുകൂടലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരെ ഏട്ടൻ്റെ വീട്ടുകൂടലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും പോണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇത് അങ്ങനെ പുറപ്പെട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു കുടിയിരിക്കലുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എൻ്റെ ചാനലുണ്ട്, അത് കാണാത്തവരുണ്ട്, അതൊന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളത് അങ്ങനെ പോകാൻ തുടങ്ങി കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ തരുന്നൊരു പ്രചോദനമായിരിക്കും കേട്ടോ, പിന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ ഞങ്ങൾ പിന്നെ പോണ വഴിയിൽ ഞങ്ങൾ എണ്ണയൊക്കെ അടിച്ചു കേട്ടോ. കാരണം ഞങ്ങൾക്ക് പിന്നെ പോണ വഴിയിൽ വേറെ എവിടെ ഇല്ല കേട്ടോ, ഒരു പമ്പോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തൊക്കെ എണ്ണയൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത്. പിന്നെ അതേ നമ്മൾ ഫ്ലഡ് നടന്നില്ലേ, അവിടെയാണ് കേട്ടോ ചൂരമലക്ക് അങ്ങോട്ട് എത്തണം. ഫ്ലഡ് നടന്നതിൻ്റെ അങ്ങോട്ട് എത്തണ്ട, നീലിക്കാപ്പ് വരട്ടത്. പിന്നെ ഫ്ലഡ് നടന്ന ചൂരമലയല്ല, അങ്ങോട്ട് എത്തണ്ട. പക്ഷേ ഈ നീലിക്കാപ്പ് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ചൂരമല ഉള്ളത്. അപ്പോൾ ഇതേ പോണ വഴിയിലുണ്ട്, നല്ല അടിപൊളി ടൂറിസ്റ്റ് കേന്ദ്രമാണ് കേട്ടോ. ഇവിടേക്ക് ഈ നമ്മളിങ്ങോട്ട് മേപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഇവിടെ ടൂറിസ്റ്റിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടത് പുത്തമലയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ കണ്ടത് മീനാക്ഷിയാറ് കേട്ടോ, അവിടെയാണ്. അത് ഒന്നും രണ്ടൊന്നുമില്ല കേട്ടോ, കുറേ ഉണ്ട് കേട്ടോ. 900 കണ്ടിന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, കള്ളാടി. അതൊക്കെ ഈ ഒരു വരുന്ന ഈ വഴി തന്നെയാണ് കേട്ടോ സംഭവം ഉള്ളത്. സൂചിപ്പാറ അങ്ങനെയുള്ളതൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ നമ്മളെ കുടിയിരിക്കലിൻ്റെ വീട്ടിൽ ഇവിടെ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇവരനിയൻ്റെ വൈഫും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്താക്കി, പിന്നെ ഞാൻ ബേബിനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് നിന്നു കേട്ടോ. എന്താ വെച്ചാൽ ബേബി ആർക്കൊക്കെ അങ്ങനെ പോകണില്ലായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിലേക്ക് വേഗം വന്നു കേട്ടോ. അപ്പം ഞാനെടുത്ത് കുറച്ച് നേരം അങ്ങനെ കൊഞ്ചിച്ച് അങ്ങനെ നിന്നിട്ടോ. അങ്ങനെ പിന്നെ വീടിൻ്റെ ഉള്ളൊന്നും നമ്മൾ കാണാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കയറിട്ടോ. കയറിയപ്പം ഭയങ്കര അടിപൊളിയിട്ട് എല്ലാ പണിയും കഴിഞ്ഞിരിക്കണേ, ഒരു പണി പോലെ അതിൻ്റെ ഉള്ളിൽ. രണ്ട് നല്ല വീടാണ്, രണ്ട് നല്ല അടിപൊളിയായിട്ട് കാണാൻ. ഞങ്ങൾ മേലൊക്കെ കയറി നോക്കിട്ടോ. പിന്നെ ഈ സൈഡത്തെ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് കെട്ടി പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ മുറ്റവും കാര്യങ്ങളൊക്കെ നല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി പോലെ കേട്ടോ. കാണാൻ എന്തൊരു മഞ്ചെന്നാൽ അങ്ങനെ ഫുള്ളായിട്ടും നമുക്ക് വീഡിയോസിൽ കവർ ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ട് പിന്നെ എന്താക്കി ഇവർ ചോറ്, ഞങ്ങൾ ലാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവർ പറഞ്ഞ ചോറ് താഴോട്ട് ഇറക്കാനാണ്, ഞങ്ങൾ ചോറ് തിന്നിട്ടില്ലല്ലോ, ചോറ് തിന്നിട്ട് പിന്നെ അവർക്ക് ഇരിക്കാനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്താക്കി പിന്നെ എല്ലാവരും കൂടെ അങ്ങനെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല സാലഡ് അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഒരു കുടിയിരിക്കലിന് പോയതുകൊണ്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് തിന്നണുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ബീഫ് ബിരിയാണിയാണ്, അപ്പോൾ അതും കഴിച്ച് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അങ്ങനെ പിന്നെ വീണ്ടും താഴേക്ക് ഓരോ വീട്ടിലേക്ക് തന്നെ ഇറങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ പോയി കണ്ട് കുറച്ച് നേരം എല്ലാവരായിട്ടും സംസാരിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോവുകയാണെന്ന് കണ്ടാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നു വെച്ചാൽ പിന്നെ ഇവരെ നേരെ രണ്ട് താഴെ അനിയന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടെ പിന്നെ പുഴയുണ്ട്, അപ്പം നമുക്ക് അങ്ങോട്ട് പോകാറുണ്ട്. അപ്പോൾ ഓരെന്താക്കി മുന്നിൽ നടന്നു കേട്ടോ. അപ്പം ഞങ്ങളും പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പിന്നെ വേഗം ഇറങ്ങിയതാണ് കേട്ടോ. ഇത് പിന്നെ ഇവരൊക്കെ ഒരു കൂട്ടുകാരൻ്റെ റിസോർട്ടാണ്. ഇത് ഈ വീടിൻ്റെ നേരെ മുന്നിലാണ് കേട്ടത്. അപ്പോൾ എന്താക്കി ഇതിപ്പോൾ കുറച്ചായിട്ടുള്ളൂ കേട്ടോ ഓപ്പണിംഗ് ആയിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതൊന്ന് പോയി, ഞാൻ കണ്ടിട്ടില്ല, കുട്ടികളൊക്കെ പോയി കണ്ടു കേട്ടോ. അപ്പോൾ ഓരോന്ന് വീഡിയോസ് എടുത്തുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നല്ല സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല, ഞാനിപ്പോൾ ഇതിൽ കണ്ടുകൊണ്ട് പറയാൻ, പക്ഷേ അതിൽ തന്നെ കാണുന്നുണ്ട് കേട്ടോ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ അവരെടുത്തതിലുണ്ട് കേട്ടോ. പിന്നെ കാണാൻ നല്ല അടിപൊളി കേട്ടോ, കാണുമ്പോൾ തന്നെ എനിക്കറിയാമല്ലോ. പിന്നെ അവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ എന്തായാലും കയറി പോയി നോക്കിയിട്ടില്ല. അപ്പോൾ ഇതേതായാലും ഓപ്പണിംഗ് ആയിട്ടിപ്പോൾ 2-3 മാസം ആയിട്ടുള്ളൂ തോന്നുന്നുണ്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ട് എന്തൊക്കെയാണ് അവിടെ നിന്ന് അങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയ കുടിയിരിക്കലിൻ്റെ വീട് തന്നെ കേട്ടോ, അടിപൊളി വീട്, ഒരു പണി പോലും ഞാൻ അതിൻ്റെ ഉള്ളിൽ എല്ലാ പണിയും കഴിഞ്ഞിരിക്കണം കേട്ടോ. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ വീടൊക്കെ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഒരു സങ്കടം കേട്ടോ. നമുക്ക് എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു വീടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു പൂതി കേട്ടോ, അങ്ങനെ ചെറിയൊരു പുര മതി, അതിലിങ്ങനെ നമ്മളെ സന്തോഷം നമ്മളെ ദുഃഖങ്ങൾ അതിലിങ്ങനെ അലിഞ്ഞ് ചേർന്ന് ജീവിച്ചു പോകണം. അത് ഭയങ്കര ഒരു രസമുള്ളൊരു ജീവിതം തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഏതായാലും ഇല്ല, ഇൻഷാ അള്ളാ ആവുമായിരിക്കും. പിന്നെ ഇപ്പോൾ ഏതായാലും ഒരു വ്ളോഗൊക്കെ ചെയ്ത് തുടങ്ങി. അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ കുഞ്ഞു വ്ളോഗ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.